എല്ലാവർക്കും നമസ്കാരം. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സലീമേട്ടൻ വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണാന്തര ചടങ്ങുകൾക്കിടയിൽ മാധ്യമങ്ങളോടും വ്ളോഗർമാരോടും അദ്ദേഹത്തിന്റെ മകൻ ദേഷ്യപ്പെടുന്ന ഒരു ദൃശ്യം നമ്മളിൽ പലരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ആ മകന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. മരണവീടുകൾ എപ്പോഴാണ് നമുക്ക് വെറും കണ്ടന്റ് മാത്രമായി മാറിയത്? ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നതും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ലൈവ് സ്ട്രീം ചെയ്ത് വ്യൂസ് കൂട്ടാൻ നോക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മരണവീട് എന്നത് ചിലർക്ക് ഇന്നൊരു കണ്ടന്റ് മാത്രമായി മാറിയിരിക്കുകയാണ്. ക്യാമറ കൊണ്ട് ആൾക്കാരുടെ മുഖത്തേക്ക് തള്ളിക്കയറ്റുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക വിഷമം എന്താണെന്ന് ചിന്തിക്കാനുള്ള വിവേകം പോലും ഈ പറയുന്ന ഭ്രാന്തന്മാർക്ക് ഇല്ലാതെ പോകുന്നു. ഒരു സെലിബ്രിറ്റിയോ പൊതുപ്രവർത്തകനോ മരിക്കുമ്പോൾ ജനങ്ങൾക്ക് അവരെ അവസാനമായി കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവകാശമുണ്ട്. അതിനുവേണ്ടി മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും തെറ്റില്ല. എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, മാന്യതയുണ്ട്. പക്ഷേ ഇന്ന് പല വ്ളോഗർമാരുടെയും ലക്ഷ്യം എന്താണ്? ആരാണ് ആദ്യം വീഡിയോ ഇടുന്നത്? ആർക്കാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്? ആരുടെ തമ്മനയിലാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു മത്സര പാച്ചിലാണ്. ആ പാച്ചിലിനിടയിൽ അവർ മറന്നു പോകുന്നത് ഒന്ന് മാത്രമാണ്. മുന്നിൽ നിൽക്കുന്നത് തങ്ങളെ പോലെ തന്നെ ചോരയും നീരുമുള്ള മനുഷ്യരാണെന്ന സത്യം. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു നിൽക്കുന്നവർ എങ്ങനെയാണ് കരയുന്നത്? ആരൊക്കെയാണ് കൂടുതൽ സങ്കടപ്പെടുന്നത്? അവിടെ വരുന്നവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി ക്യാമറ കൃത്യമായി അവരുടെ മുഖത്തിന് നേരെ വെച്ചു പിടിക്കുന്നതാണ് അതിനേക്കാളൊക്കെ കഷ്ടം. തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടിൽ സ്വന്തം വീട്ടുമുറ്റത്തിരുന്ന് മനസ്സ് തുറന്ന് ഒന്ന് കരയാനുള്ള, ആ സങ്കടം പുറത്തു തീർക്കുവാനുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം പോലും ഈ ക്യാമറ കണ്ണുകൾ ഇന്ന് ഇല്ലാതാക്കുകയാണ്. ഒരു മരണ വീട്ടിൽ പാലിക്കേണ്ട മിനിമം മര്യാദകൾ പോലും ഇല്ലാതെ കരയുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് ക്യാമറ വീണ്ടും വീണ്ടും സൂം ചെയ്ത് വെക്കുന്നതും അവരുടെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ചു കയറുന്നതും ഏത് തരം ജേർണലിസമാണ്? ഏത് തരം വ്ലോഗിംഗ് ആണ്? തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ നഷ്ടപ്പെട്ട സങ്കടത്തിലിരിക്കുന്ന ആ മകന് അവിടെ വരുന്നവരുടെ സുരക്ഷ നോക്കാനും ചടങ്ങുകൾ മാന്യമായി നടത്താനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിലേക്കാണ് ഒട്ടും പ്രൊഫഷണലിസം ഇല്ലാത്ത രീതിയിൽ ചിലർ ക്യാമറയും കൊണ്ട് ശല്യപ്പെടുത്താൻ ചെല്ലുന്നത്. അവിടെ ആ മകൻ പ്രതികരിച്ചത് തികച്ചും സ്വാഭാവികമാണ്. അത് അർഹിക്കുന്ന പ്രതികരണമായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പണവും പ്രശസ്തിയും നേടുന്നത് തെറ്റല്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ കണ്ണീരിലും സങ്കടത്തിലും ചവിട്ടിക്കൊണ്ടാകരുത്. വ്യൂസും ലൈക്കുകളും മനുഷ്യത്വത്തെക്കാൾ വലുതാകുമ്പോൾ അവിടെ നശിക്കുന്നത് നമ്മുടെ സംസ്കാരമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്